സുഹൃത്തുക്കളെ, മധുനായർ ഏവരെയും എൻ്റെ നേരുകളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് എൻ്റെ ചില പരാമർശങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് തന്നെയാണ്. പലപ്പോഴും അത് ക്രിയാത്മകമല്ല, പല പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ് ഞാൻ പരാതിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്കൊരു വളരെ ആശ്വാസമേകിയ ചില സംഭവങ്ങൾ. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗയാനയിൽ എത്തിയിരിക്കുന്നു. ഗയാന എന്ന് പറയുന്നത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ അറ്റത്ത് കരീബിയൻ ദ്വീപുകളുടെ ഒരു പരിച്ഛേദമെന്ന് പറയും. പക്ഷേ അത് ആക്ച്വലി ദ്വീപല്ല, അത് സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗം തന്നെയാണ്. ബ്രസീലും വെനസ്വലയും ഒക്കെ ആയിട്ട് ബോർഡർ ചെയ്യുന്ന ആ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ബാക്കി ലാറ്റിൻ അമേരിക്ക മുഴുവനും ബ്രസീലും പോർച്ചുഗലും ബാക്കിയെല്ലാം സ്പാനിഷ് കൺട്രോളിലുമായിരുന്നിടത്ത് ഒന്ന് രണ്ട് ചെറിയ പോക്കറ്റ്സുകൾ മാത്രം ബ്രിട്ടീഷ് കോളനിയായിട്ട് അവശേഷിച്ചു. ഗയാന, ട്രിനിഡാഡ് ടൊബാഗോ, ജമൈക്ക. അപ്പോൾ അവിടത്തേക്ക് 2-3 തലമുറയ്ക്ക് മുമ്പ് ഈ കരിമ്പിൻ കൃഷി ആണ് പ്രധാന കലാപരിപാടി അവിടെ. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യയിൽ നിന്ന് ഇൻറ്റൻഡ് ലേബർ, കൂലിപ്പണിക്കാരെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ അവിടെ ഇറക്കുമതി ചെയ്തു. അതിൽ നിന്നുള്ളൊരു പിൻഗാമിയാണെന്ന് വിശ്വപ്രസിദ്ധ നോബൽ സമ്മാനം പോലും കിട്ടിയ എഴുത്തുകാരൻ VS നൈപോൾ. അദ്ദേഹം ഗയാനയിലല്ല, അദ്ദേഹം ട്രിനിഡാഡിലാണ്. എനിവേ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്ത്യൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് ഗയാന, 55-60% വരെ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ അവകാശപ്പെടുന്നു 1957 ലോക റെക്കോർഡൊക്കെ ഭേദിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിൽ കൂടി അധികാരത്തിൽ വന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഗയാനയിൽ ഡോക്ടർ ചെൻഡി ജഗാൻ എന്ന് പറയുന്ന ഇതൊരു ഡെൻറ്റിസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് ലേബൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വളരെയധികം ഇടതുപക്ഷ അദ്ദേഹത്തെ പോപ്പുലർ വോട്ടിൽ പ്രൈം മിനിസ്റ്ററായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ അതാണ് ഈ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു തിരഞ്ഞെടുപ്പിലൂടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിജയം. എനിവേ, അദ്ദേഹത്തിൻ്റെ വിജയം ഒട്ടും തന്നെ അമേരിക്കയ്ക്ക് ദഹിച്ചില്ല. എന്ന് മാത്രമല്ല, അമേരിക്ക അന്ന് ക്യൂബയിൽ ഇടപെട്ടൊരു പരുവമായിരിക്കുന്ന അവസരമാണ്. ബേ ഓഫ് പിക്സിൽ വന്ന വളരെ മ്ലേച്ഛമായ, അല്ലെങ്കിൽ അവരിട്ടും പ്രതീക്ഷിക്കാത്ത തോൽവിയും പിന്നെ കാസ്ട്രോയുടെ പോപ്പുലാരിറ്റിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഒരു കരീബിയൻ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇടതുപക്ഷം മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി CIA എല്ലാ വൃത്തികെട്ട അടവുകളും പയറ്റി അദ്ദേഹത്തെ അധികാരപ്രശ്നനാക്കുകയും അവിടെ മൈനോറിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് വംശജൻ, ബേൺഹാം എന്നായിട്ടാണ് പേര്, അദ്ദേഹത്തിനെ ഒരു പപ്പറ്റ് പ്രൈം മിനിസ്റ്ററാക്കി കുറേ കാലം അതിൽ നിവൃത്തി കെട്ടിട്ട് അവിടുന്ന് നല്ലൊരു വിഭാഗം ഇന്ത്യൻ വംശജർ അമേരിക്കയിലേക്ക് കുടിയേറി. അത് ഉറവിശിശാപകാരം എന്ന് പറഞ്ഞ പോലെ അവരൊക്കെ അമേരിക്കൻ പൗരന്മാരായി, ധനവാന്മാരായി. എനിവേ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ രാജ്യത്ത് പോയിട്ടുണ്ട്. എനിക്കൊരു വൈകാരികമായ ബന്ധമാണ് അത് തോന്നിയത്. അവിടെ ചെന്നപ്പോൾ സത്യത്തിൽ പാവപ്പെട്ട ഒരു നാട്, അതും ഈ 2-3 തലമുറയ്ക്ക് മുമ്പ് വന്ന ആളുകൾ, അതേ ആചാരങ്ങളും. അന്ന് രസകരമായി തോന്നിയത് മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു UP എന്നൊക്കെ. അത് 1-2 തലമുറ കഴിഞ്ഞപ്പോൾ ഈ ഹിന്ദു മുസ്ലിം കൂടി ഫ്യൂസ് ചെയ്ത് ഒരു ജനത അവിടെ ഏതൊരു തരത്തിലുള്ള വർഗീയ ബഹളങ്ങളും ഒന്നുമില്ലാതെ സമാധാനപരമായിട്ട് കഴിഞ്ഞു പോകുന്നവർ. അപ്പോൾ ആ രാജ്യത്തെ ഇന്ത്യ ഒട്ടും തന്നെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ അന്ന് പോയപ്പോൾ ആകെ ഇന്ത്യ ചെയ്തൊരു സഹായം അവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ദയനീയമായ കഥയാണ്. നമ്മുടെ രക്തമല്ലേ അത്, അപ്പോൾ ആദ്യമായിട്ട് 50 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാനയിലെത്തിയിരിക്കുന്നു. അപ്പോൾ അതൊരു നല്ല സൂചികയാണ്. കാര്യമായിട്ട് എന്തെങ്കിലും അവിടെ ഉള്ള ആളുകളെല്ലാം മധ്യവർഗവും കുറേയൊക്കെ പാവപ്പെട്ടവരൊക്കെയാണ്. ആക്ച്വലി അവർക്ക് ഇന്ത്യയൊക്കെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അവരുടെ പിതൃഭൂമി അത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിംബോളിസമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എത്തിയതിൽ
എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അവഗണിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡം ഇന്ത്യയെക്കുറിച്ച് ഇത്രയും നല്ല ഗുഡ് വില്ലുള്ള ഇതൊക്കെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കൻ ഐക്യനാടുകളുടെ പുറകെ നടന്ന് അവരുടെ കയ്യടി വാങ്ങാനായിട്ടുള്ള ശ്രമങ്ങൾ, ഇതിനുപരിയായിട്ട് ഈ പറയുന്ന ഭൂഖണ്ഡത്തെ ഇന്ത്യൻ വിദേശ രൂപീകരണ പാർട്ടികളെല്ലാം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും ഒരുപാട് ഡെവലപ്മെൻറ്റ് എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. അവിടുത്തെ റെയിൽവേയുടെ അഭാവം, റെയിൽവേ ഉണ്ടാക്കാനായിട്ട് ലോകത്തിലത്ത് ഏറ്റവും എക്കണോമിക്കലിയും ഏറ്റവും സ്ട്രക്ചറലി ഫീസിബിളുമായിട്ടുള്ള പ്രോജക്റ്റ് ഇന്ത്യക്കാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല നല്ല കാര്യങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ ഈ ഗയാന സന്ദർശനം ഉതകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഡെമറാറ നദി അതിൻകരയിൽ ഒരു ചെറിയ ഹോട്ടലിൽ താമസിച്ച അനുഭവങ്ങളും അവിടുത്തെ ആളുകളുമായിട്ട് പങ്കിട്ട കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരികൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.